സർ ടെക്നിക്കൽ അനാലിസിസുമായിട്ട് ഇപ്പോൾ അനീഷ് ചന്ദൻ സർ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ, ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.25% ഉള്ളൊരു നേട്ടം 25,970 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയുടെ ടെക്നിക്കൽസ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? പോസിറ്റിവിറ്റി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ പോസിറ്റിവിറ്റി തന്നെയാണ് കാണുന്നത്. അത് പോസിറ്റീവായി തന്നെയാണ് തുടരും. അത് കഴിഞ്ഞ ദിവസം ഞാൻ അത് കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട് ആളുകൾ. അപ്പോൾ അത് റീറ്റെയിലേഴ്സ് വീണ്ടും വീണ്ടും അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ അതിന്റെ സസ്റ്റൈനബിലിറ്റി ആണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ സസ്റ്റൈനബിലിറ്റിയിൽ ഇപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് അവിടെ സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ ടോപ്പ് ലെവൽസിൽ വരുമ്പോൾ സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇന്നത്തെ മൂവ്മെന്റ് എനിക്ക് തോന്നുന്നു ഒരു 26,100 അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. 26,250 ആണ് അടുത്ത് നിയറസ്റ്റ് വരുന്ന നല്ലൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനടുത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഏറ്റവും ടോപ്പിൽ നിന്ന് മാർക്കറ്റിലേക്ക് ഒരു ഡൗൺ സൈഡിലേക്ക് തലങ്ങി തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. ബട്ട് ഇന്നത്തെ ട്രേഡിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അടുത്ത ദിവസങ്ങളിൽ 250 അടുത്തൊക്കെ വരുമ്പോൾ വീണ്ടും ഒരു പ്രോഫിറ്റബിലിറ്റി വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു സാധ്യത ടെൻഡൻസി കൂടുതലായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബട്ട് ഓൾ ടുഗദർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ആയിരിക്കും. നിഫ്റ്റി 50 പോലെ തന്നെയായിരുന്നു നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ ഒരു സർവ്വകാല ഉയരം തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവസാനത്തെ ട്രേഡിംഗ് ദിനത്തിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു. എന്നാൽ ഇന്ന് പരിശോധിക്കുകയാണെങ്കിൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് അടക്കം ഒരു നെഗറ്റീവ് റിസൾട്ടൊക്കെ കൊണ്ടുവന്നിട്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നിലവിൽ നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്കിൽ കണ്ടിന്യൂസ് ടു ഹോൾഡ് എന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നത്. 60,000 ചരിത്രത്തിൽ ആദ്യമായിട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിന്യൂസ് ഹോൾഡ് ചെയ്യണം. ബാങ്ക് നിഫ്റ്റിയിൽ ഒരുപാട് മൊമെന്റത്തിന് ബാക്കിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു സ്ട്രെങ്ത് ഉണ്ട്. എന്തെങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നെങ്കിൽ ആ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും. അവിടെ വീണ്ടും റീഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മളിത് കണ്ടിന്യൂസ് ടു ഹോൾഡ് ആണ്. നമുക്ക് വേറെ ട്രെൻഡിലോ റിവേഴ്സോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അത് രണ്ടാമതൊരു റീതിങ്കിങ്ങിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരുന്നതാണെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് മാത്രം കരുതിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നത്തെ ഒരു സെക്ടോറിയൽ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു മൊമെൻറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി റിയൽറ്റി സൂചികയാണ്. ഏകദേശം 1.5% മുകളിലുള്ളൊരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി റിയൽറ്റി സൂചികയ്ക്ക് സാധിക്കുന്നുണ്ട്. നിലവിൽ നിഫ്റ്റി റിയൽറ്റി പരിശോധിക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽസ് എന്താണ് സൂചിപ്പിക്കുന്നത്? എനിക്ക് വളരെയധികം പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു സെക്ടറാണ് ഈ സെക്ടർ. ഇതിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ വരാൻ സാധ്യതയുണ്ട്. ആൾറെഡി ഇപ്പൊ തന്നെ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത 1, 2, 3 വർഷത്തേക്ക് ഇൻവെസ്റ്റ്മെന്റുകളുടെ ഒരു ഫ്ലോ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഈ റിയാലിറ്റി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇതിൽ കാണുന്നത്. അതിൽ തന്നെ ഈ ഇൻഡെക്സിന്റെ പെർഫോമൻസ് വളരെയധികം പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ തന്നെ കുറെ കമ്പനികൾ റിയൽ എസ്റ്റേറ്റിനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും വളരെ പോസിറ്റീവായിട്ട് തന്നെ പോകും. ഞാൻ എപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ മോഡൽ ട്രേഡിങ്ങിലെല്ലാം ഷെയർ ചെയ്യുന്നത് റിയാലിറ്റി ഇൻഡെക്സിൽ നമ്മൾ ഒരു പോസിറ്റീവ് വ്യൂ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വളരെയധികം ചാർട്ട് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. 1000 എപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയാനായിട്ട് 1050 ആണ് ഉള്ളത്. ബട്ട് നല്ലൊരു ചാർട്ട് പാറ്റേൺ ആണ്. നമ്മളത് പോസിറ്റീവായിട്ട് തന്നെ ഹോൾഡ് ചെയ്യുക. നിഫ്റ്റി മെറ്റൽ പരിശോധിക്കുമ്പോഴും ഇതേ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടം നിഫ്റ്റി മെറ്റൽ സൂചികയ്ക്കും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി റിയൽറ്റി, നിഫ്റ്റി ഇൻഫ്ര ഒക്കെ പരിശോധിക്കുകയാണെങ്കിലും ഇന്നിപ്പോൾ ഒരു പോസിറ്റിവിറ്റിയാണ് നിലനിർത്തുന്നത്. നിഫ്റ്റി മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി മെറ്റൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വളരെയധികം ഒരു ഷാർപ്പായിട്ടുള്ള ഒരു പോസിറ്റീവ് മൂവ്മെന്റ്സ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ സാധ്യത ഞാൻ കാണുന്നു. 10,600 ലെവലിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഒരു സാധ്യതയുണ്ട്. അത് വന്നതിന് ശേഷം അല്ലെങ്കിൽ റീ എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുമെന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് വേറെ ട്രെൻഡ്, കണ്ടിന്യൂസ് ട്രെൻഡ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഒരു ലോങ് ടൈം വ്യൂ നോക്കുകയാണെങ്കിൽ അത് പോസിറ്റീവാണ്. ബട്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു കറക്റ്റീവ് ആക്ഷൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു ഒരു കറക്റ്റീവ് ആക്ഷൻസ് വന്നു കഴിഞ്ഞ അറൗണ്ട് ബിലോ ഒരു 10,000 വരാനുള്ള സാധ്യത ഇപ്പോഴുണ്ട്. 980 ആ ലെവലിലായിരിക്കും ഒരു കറക്റ്റീവ് ആക്ഷൻസ് വന്നപ്പോൾ ഇതൊന്ന് നമ്മുടെ മെറ്റൽ ഇൻഡെക്സ് റെസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്നാണ് ഞാൻ കരുതുന്നത്.
സോ അടുത്തായിട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിനെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഒരു പാദഫലം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ എബിഡ ഒക്കെ തന്നെ വളരെ റിസൈലൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടിയിട്ടും സാധിച്ചിരിക്കുന്നത്. നിലവിൽ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ടെക്നിക്കൽ ലെവലുകൾ ഏതൊക്കെയാണ്? ഡോക്ടർ റെഡ്ഡി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തുന്ന ഒരു കമ്പനി തന്നെയാണ്. നമ്മൾ വോളിയം നോക്കുകയാണെങ്കിൽ അതിലെ വോളിയത്തിൽ ഇപ്പോൾ ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. ദെൻ അതല്ലാതെ ഇതൊരു കൺസോളിഡേറ്റഡ് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സിലാണ് നടക്കുന്നത്. 1200-നും 1360-നും ഇടയ്ക്കുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ 1360-ന് മുകളിലേക്ക് ഒരു ട്രേഡിംഗ് ഉണ്ടെങ്കിൽ ബ്രേക്ക്ഔട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഞാനൊരു പോസിറ്റീവ് വ്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു 1360 എന്ന് പറയുന്ന ആ ലെവലിൽ സ്റ്റിപ്പായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അത് ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം അതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവ് ആയിരിക്കും. ബ്രേക്ക് ഔട്ട് ഒക്കെ വരുമ്പോൾ അതിന് വളരെ പോസിറ്റീവ് മൂവ്മെന്റ്സ് 1500 1600 ലെവലിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ബിഫോർ ദാറ്റ് ആ ഒരു പോയിന്റ് നമ്മൾ റെസിസ്റ്റൻസ് പോയിന്റ് ഒന്ന് കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കുക. വോളിയം ഉള്ളത് കൊണ്ട് ആ പോയിന്റിലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും ഗെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബട്ട് നല്ലൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടൈം ട്രെയിലിൽ എന്ന് പറഞ്ഞാൽ 1200 എന്ന ലെവലിലാണ്. സർ, SBI കാർഡ്സിലേക്ക് വരികയാണെങ്കിൽ SBI കാർഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു Q2 ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. കമ്പനിയുടെ ഒരു ROE പരിശോധിക്കുകയാണെങ്കിലൊക്കെ ഒരു ഡി റേറ്റിംഗ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ചില ബ്രോക്കറേജസുകളൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ഒരു ഓഹരിയുടെ ഒരു ടെക്നിക്കൽസ് എന്താണ് സൂചിപ്പിക്കുന്നത്? കഴിഞ്ഞ വർഷമൊക്കെ നല്ലതുപോലെ ഒന്ന് പെർഫോം ചെയ്ത് വന്നു. ഈ ജൂലൈക്ക് ശേഷം അല്ലെങ്കിൽ ജൂലൈ സെപ്റ്റംബറിന് ശേഷം ഒരു കറക്റ്റീവ് ആക്ഷൻസ് വന്നു. വീണ്ടും അതിനുശേഷം നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ മാസമൊക്കെ നോക്കുകയാണെങ്കിൽ റിക്കവറി മോഡിലായിരുന്നു. ബട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഉള്ളത് കൊണ്ട് അത് ആ റെസിസ്റ്റൻസിന്റെ അടുത്ത് വന്നിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. 960 ഒക്കെ നല്ലൊരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. എനിക്ക് തോന്നുന്നു 850 960 ഇടയ്ക്ക് കുറച്ചു കാലം ഒരു സൈഡ് വേസ് ആയി മാറാനുള്ള ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ചേഞ്ചിന്റെ ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. കാരണം വോളിയം വളരെ കുറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, ഒരു കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക. കാരണം ഇത് പോസിറ്റീവ് ട്രെൻഡിലായിരുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഇപ്പൊ സൈഡ് വേസിലേക്ക് മാറുന്നുണ്ടോ, അത് സ്റ്റേബിൾ ആവുന്നുണ്ടോ, ഒരു കൺസോളിഡേഷൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. 960 ആൻഡ് 850 ലെവലിലേക്കൊന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ITC ഹോട്ടൽസിലേക്ക് വരികയാണെങ്കിൽ ITC ഹോട്ടൽസിനെ സംബന്ധിച്ചിടത്തോളം Q2 ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത്. നിലവിൽ ഈ ഒരു ITC ഹോട്ടൽസ് ഓഹരിയുടെ ഒരു ടെക്നിക്കൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഏത് ടോണാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിന്റെ കുറച്ച് ഹിസ്റ്ററികൾ മാത്രമാണ് നമ്മളുടെ കയ്യിലുള്ളത്. ആ ഹിസ്റ്ററി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴും ഒരു പോസിറ്റീവ് ആണ്. കാരണം ഒരു എംബൽസി വന്നതിന് ശേഷം ഒരു കറക്റ്റീവ് ആക്ഷൻസ് വന്നായിരുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ചറിയുകയും, കാരണം ഇത് 250 വരെയൊക്കെ പോയിട്ട് അതിനുശേഷം 200ലേക്ക് വന്നു. വീണ്ടും തിരിച്ച് ഒരു പോസിറ്റീവ് വ്യൂയിലേക്ക് വരുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു വീണ്ടും 250ലേക്ക് റീഗെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈവൻ മോർ അതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഫേവറബിൾ സീസൺസ് ആണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇക്കോ സിസ്റ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വലിയൊരു മൂവ്മെന്റ്സിന് മുമ്പുള്ള ഒരു സൈലന്റ് മൂവ്മെന്റ് ആയിരിക്കാം ഇത് സാധ്യതയാണ്. അപ്പോൾ ഒരു ഷോർട്ട് ടൈം ടു ലോങ് ടൈം വ്യൂവില് അത് വാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വ്യൂ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. താങ്ക് യു സോ മച്ച് അനീസ് സാർ. അനീസ് സാർ ആയിരുന്നു നമ്മളോട് ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിസുമായിട്ട് ജോയിൻ ചെയ്യുന്നത്.